സേവാശക്തി ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇന്ന് സേവാശക്തി ഫൗണ്ടേഷൻ്റെ 1ാം വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ കോളേജ് കുട്ടികൾക്കുള്ള ക്വിസ് മത്സരവും ഉപന്യാസരചന മത്സരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ 2:30 മണിക്ക് കുടുംബസംഗമവും അതുപോലെ 4:30 മണിക്ക് നമ്മുടെ വാർഷികാഘോഷവും നടക്കുന്നത്. സേവാശക്തി ഫൗണ്ടേഷൻ എന്നത് സേവനം ചെയ്യുന്ന സേവന മനോഭാവം വളർത്തുക എന്ന ആശയത്തിലൂന്നിക്കൊണ്ട് സേവനം ചെയ്യുന്ന വ്യക്തികളെയും സേവാ മനോഭാവമുള്ള ആൾക്കാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് സേവാശക്തി ഫൗണ്ടേഷൻ. സേവാശക്തി ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തു വന്നത്. ഈ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നമുക്ക് 50-ൽ പരം ആൾക്കാർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. കൂടാതെ RCC മെഡിക്കൽ കോളേജ് അവിടെയുള്ള രോഗികൾക്ക് സെലക്ട് ചെയ്യുന്ന നിർധനരായ രോഗികൾക്ക് 50 പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേവാഭാരതി എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം? സേവാശക്തി ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റുകൾക്കാണ്. കാരണം ഇന്ന് കേരളത്തിൽ സേവാശക്തി ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായുള്ള ശ്രീ CS മോഹനൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 93 പാലിയേറ്റീവ് വാഹനങ്ങളാണ് ഇതുവരെ എടുത്തുകൊടുത്ത് പ്രവർത്തനം 100-ലധികം പാലിയേറ്റീവ് യൂണിറ്റുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സേവാശക്തി ഫൗണ്ടേഷൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ഉദ്ഘാടനം ഇവിടെയും നടക്കുന്നു. Who is the first Indian Prime Minister to visit Ukraine? Modi. Narendra Modi. Who was known as Kerala Kalidasan? ആൻസറും കൊടുത്ത അതെന്താ അങ്ങനെ? ഇന്നസെൻ്റ് ആണ് അല്ലേ? എന്തായാലും ശരി. അത് കേരള വർമ്മ വലിയ തമ്പരാണ്. പേര് മാറ്റാം. ചെറുതോണി റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് റിവർ? പെരിയാർ. പെരിയാർ. ശരി ഉത്തരം. വിച്ച് ഫേമസ് എൻവയൺമെന്റലിസ്റ്റ് റോട്ട് ഹിസ് ഓട്ടോബയോഗ്രഫി?